ദേശീയ വാർത്തകൾ തന്നെയാണ്. നാഷണൽ ഹെറാൾഡ് കേസിൽ ഇഡിക്ക് തിരിച്ചടി. സോണിയാഗാന്ധിക്കും രാഹുലിനും നോട്ടീസ് അയക്കാൻ ഡൽഹി കോടതി വിസമ്മതിച്ചിരിക്കുകയാണ്. വ്യക്തമായ രേഖകൾ നൽകാതെ നോട്ടീസ് അയക്കാൻ പറ്റില്ലെന്ന് കോടതി വ്യക്തമാക്കി. കേസ് പരിഗണിക്കുന്നത് മെയ് 2 മാറ്റിയിട്ടുണ്ട്. ബസന്ത്, എങ്ങനെയാണ് കോടതിയുടെ നടപടികൾ? ഇഡി വളരെ പ്രതീക്ഷയോടെ അവരുടെ തലത്തിൽ മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ നോട്ടീസ് അയക്കാൻ കോടതി വിസമ്മതിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി പറഞ്ഞത്? ഇഡി അതിനുള്ള തുടർ നടപടികൾ എന്താണ് സ്വീകരിക്കുക? കഴിഞ്ഞ ആഴ്ചയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നാഷണൽ ഹെറാൾഡ് കേസിൽ ഒരു പ്രോസിക്യൂഷൻ കംപ്ലയിന്റ് അല്ലെങ്കിൽ കുറ്റപത്രം നൽകിയത്. അതിൽ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി അടക്കം 7 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ഇവർക്ക് ഇന്ന് നോട്ടീസ് അയക്കണമെന്നാണ് കോടതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടത്. അതായത് പ്രോസിക്യൂഷൻ കംപ്ലയിന്റ് ഉള്ള സാഹചര്യത്തിൽ അതിലെ കക്ഷികളെ കേൾക്കാതെ ഇക്കാര്യത്തിൽ നോട്ടീസ് അയക്കാൻ പറ്റില്ല എന്നുള്ള നിലപാടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്തത്. കോടതി പറഞ്ഞു, ഇതിൽ രേഖകൾ കൃത്യമായി ഉള്ള രേഖകൾ ഹാജരാക്കാതെ എനിക്കതിൽ ബോധ്യം വരാതെ ഇക്കാര്യത്തിൽ നോട്ടീസ് അയക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടാണ് കോടതി സ്വീകരിച്ചത്. അതായത് നിങ്ങൾ കൃത്യമായ രേഖകൾ ഹാജരാക്കൂ, ഈ ഹർജിയിലെ പിഴവുകൾ തിരുത്തണം, ഇവയെല്ലാം ചെയ്താൽ മാത്രം, അല്ലെങ്കിൽ പരാതിയിലെ പിഴവുകൾ തിരുത്തണം, ഇതെല്ലാം ചെയ്താൽ മാത്രമേ നോട്ടീസ് അയക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളൊരു നിലപാടാണ് റൌസ് അവന്യൂ ജില്ലാ കോടതി എടുത്തത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ കേസ് മെയ് 2 മാറ്റിയിട്ടുണ്ട്. 2000 കോടി രൂപയുടെ സ്വത്തുക്കൾ വെറും 50 ലക്ഷം രൂപ നൽകി യങ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും 38% വീതം ഓഹരികളുള്ള ഒരു കമ്പനി തട്ടിയെടുത്തു എന്നുള്ള ഒരു കേസാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് പരാതിയായി അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ കംപ്ലയിന്റായി കോടതിയിൽ കഴിഞ്ഞ ആഴ്ച നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു സിവിൽ കേസ് അല്ലെങ്കിൽ ഒരു സിവിൽ ക്രിമിനൽ കംപ്ലയിന്റ് കോടതിയുടെ പരിഗണനയിലുണ്ട്. അത് സുബ്രഹ്മണ്യം സ്വാമി നൽകിയ ഒരു പരാതിയുടെ പുറത്ത് നേരത്തെ ഇക്കാര്യത്തിൽ ഇരുവരും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ജാമ്യം എടുത്തിട്ടുള്ളതാണ്.